കാനത്ത് റീഹു ശരീരത്തു, കഠിനമായ കാറ്റ്, ഇതാ ഹബ്ബത്ത്, അത് അടിച്ചു വീശിയാൽ, ഉരിഫദാലിക്ക ഫി വജ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിബിതങ്ങളുടെ മുഖത്ത് അതിന്റെ ഒരു വിഷമം കണ്ടിരുന്നു, അറിഞ്ഞിരുന്നു. കാറ്റിങ്ങനെ അടിച്ചു വീശുന്നത് കണ്ടാൽ റസൂലുള്ളാഹിന്റെ മുഖത്ത് അതിന്റെ വിഷമം കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, കാറ്റ് ഒരു ചെറിയ സാധനമല്ല. ഇന്നലെയൊക്കെ എന്ത് ചെയ്യുന്നത്, ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്, മക്കയിൽ മുമ്പ് നടന്ന സംഭവമാണോ എത്ര സമയം മുമ്പുള്ളതാണെന്ന് ഇതിനകത്ത് കാണുന്നില്ല. ഭയങ്കരമായി കാറ്റ് മക്കയിൽ എന്ത് അറമിലൊക്കെ അടിച്ച് വീശിയിട്ട് ഉള്ളതൊക്കെ പടഞ്ഞു വീണ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ബാരിക്കേഡായി വെച്ചിരുന്ന സാധനമൊക്കെ പറന്നു പോയി, അതൊക്കെ ആൾക്കാരെ മേത്തോടെ ഒന്ന് ഇരിച്ച ആളുകളൊക്കെ മറിഞ്ഞു വീണ് ഒക്കെ ഇങ്ങനെ. ഇന്നലെ ഉണ്ടായ മഴയാണെന്നറിയില്ല, അല്ലെങ്കിൽ മറ്റൊരു ഉണ്ടായത് എടുത്തു കൊടുക്കുകയാണെന്നറിയില്ല. എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാറ്റിങ്ങോട്ട് വന്നാൽ ആ കാറ്റ് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യാൻ ഒന്നുമില്ലാതാവും. നിമിഷങ്ങളെ കൊണ്ട് ഇതെല്ലാം തൂത്തുവാരി അങ്ങ് കൊണ്ടുപോയി കളയും. അപ്പം അതുകൊണ്ട് കാറ്റ് വന്നാൽ അതിൻ്റെ വിഷമം നബിയുടെ മുഖത്ത് കണ്ടിരുന്നു. ഈ കാറ്റ് വലിയ കുഴപ്പമില്ല എന്നൊന്നും ആരും മനസ്സിലാക്കും പോലെയല്ല. കാറ്റ് ഗുണകരമായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, വലിയ ശിക്ഷയും അതാപും നടക്കും. കാരണം എന്താ, കാറ്റിലൂടെയാണ് അല്ലാഹുവിടെ പരാഗണങ്ങൾ നടത്തുന്നത്. കാറ്റാണ് പല സാധനങ്ങളും പലയിടത്തേക്ക് നീക്കുന്നത്. ഈ കാറ്റ് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്നത്. ഈ കാറ്റ് കൊണ്ടാണ് നമ്മളുടെ ശബ്ദങ്ങളും ഫോണുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത്. കാറ്റൊരു സെക്കൻഡ് ഇവിടെ നിലച്ചാൽ ഒരൊറ്റ ഫോണുണ്ടായിട്ടും കാര്യമില്ല, എന്ത് ഇന്റർനെറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, ഒരു നെറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല, വെറുതെ ഉണ്ടാവാന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്തേക്കും നമ്മൾ പറയുന്നൊന്നും ആരും കേൾക്കില്ല. ഒരു സെക്കൻഡ് ഇവിടെ കാറ്റില്ലാണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമ്മളിങ്ങനെ എത്ര ഉച്ചത്തിൽ മൈക്ക് വെച്ച് പ്രസംഗിച്ചാലും നിങ്ങളുടെ നീ കേൾക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ കാറ്റാണ് എന്ത് ചെയ്യുന്നതെല്ലാം പാസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് കാറ്റിൻ്റെ നില ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എന്തായി, പക്ഷെ നമുക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് മാത്രം. കാറ്റിൻ്റെ വില നമുക്ക് അറിയാത്തത് അതിൻ്റെ ഉപയോഗം എന്ത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാറ്റ് എന്ന് പറഞ്ഞ സാധനം ചെറുതൊന്നും അല്ല. അതുകൊണ്ട് കാറ്റ് കൊണ്ടാണ് എന്ത് ചെയ്ത് പലരെയും നശിപ്പിച്ചത്. മദീന ഒരു മാസക്കാലം ഉപരോധിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ അഹിസാബ് സഖ്യസൈനികർ എന്ന് പറഞ്ഞ് കൂട്ടം കൂടി എല്ലാ ശത്രുക്കളും റസൂലുള്ളാഹിക്കെതിരെ വന്നപ്പോൾ അവരെ എന്ത് ചെയ്തു, നശിപ്പിച്ചതും ഓടിച്ചതും എന്തുകൊണ്ടായിരുന്നു, കൊടും കാറ്റ് ഉണ്ടായിരുന്നു. കാറ്റിന് കെട്ടിടങ്ങളൊന്നുമില്ല, ഒക്കെ വലിച്ചു വാരിക്കൊണ്ടിരിക്കളയും.